വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മണി മേക്കിംഗ് ആപ്ലിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൽ നമുക്ക് ഡോളേഴ്സ് ആണ് ഏൺ ചെയ്യാൻ കഴിയുക. അപ്പോൾ ഞാൻ ഡോളേഴ്സ് ഏൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ പറയുമ്പോൾ അതിൽ പേടിഎം ഉണ്ടോ, ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ടോ, അതുപോലെ തന്നെ ഗൂഗിൾ പേ ഉണ്ടോ, ഫോൺ പേ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഡോളേഴ്സ് ഏൺ ചെയ്യുന്ന ഒരു സൈറ്റ് നമുക്ക് ഡയറക്റ്റ് ഡോളേഴ്സ് നമുക്ക് ബാങ്കിലേക്ക് തരില്ല. നമുക്ക് നമ്മളുടെ ഇന്ത്യൻ മണിയായി കൺവേർട്ട് ചെയ്തെടുക്കുകയൊക്കെ വേണം. പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയും എങ്ങനെയാണെന്ന് വെച്ചാൽ പേപ്പാൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട്, നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലുള്ളതാണ്, അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഡോളേഴ്സ് കൺവേർട്ട് ആയിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. അതിനുള്ള ഒരു ബെസ്റ്റ് മാർഗ്ഗം എന്ന് പറഞ്ഞാൽ പേപ്പാൽ തന്നെയാണ്. അപ്പോൾ പേപ്പാൽ അക്കൗണ്ട് പറഞ്ഞാൽ നമ്മൾ ഗൂഗിൾ പേ അക്കൗണ്ടൊക്കെ തുടങ്ങും, പേടിഎം ഒക്കെ തുടങ്ങുന്നത് പോലെ തന്നെയാണ് പേപ്പാൽ. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇമെയിൽ ഐ ഡി ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ബാങ്കുമായിട്ട് ആഡ് ചെയ്യുക. പേപ്പാലൊക്കെ സെക്യൂർ ആയിട്ടുള്ള ആപ്പാണ്, അതിലൊരു പ്രശ്നവും ഉണ്ടാകില്ല. അപ്പം പേപ്പാൽ നിർബന്ധമാണ് കേട്ടോ. ഡോളേഴ്സ് ഏൺ ചെയ്യുന്ന സൈറ്റുകളിലൊക്കെ കയറി ചെയ്യുന്ന ആളുകൾക്ക് പേപ്പാൽ മസ്റ്റാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന ആപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സർവേ ആണ്. സർവേ എന്ന് പറഞ്ഞാൽ നമുക്കത് എപ്പോഴും അവൈലബിൾ ആകില്ല, ചില സമയങ്ങളിലൊക്കെയാണ് സർവേ അവൈലബിൾ ആവുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ഈ സർവേയിൽ പറഞ്ഞാൽ നമുക്കിപ്പം ആൻസർ അറിയില്ല എന്ന് കരുതാം, എന്നാലും നമ്മൾ അതിലുള്ള ആൻസർ എന്തെങ്കിലും സെലക്ട് ചെയ്ത് കൊടുത്താൽ അങ്ങനെ മതി. നമ്മൾ അതിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈമും നമുക്ക് വാല്യബിൾ ആണ്. പിന്നെ ഇതിൽ നമ്മൾ റെഫറൽ കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ റെഫറലിൽ വരുന്ന ആളുകൾ സർവേ ചെയ്യും. അവർക്ക് കിട്ടുന്ന പേയ്മെൻറ്റിൻ്റെ 10% നമുക്ക് കയറിക്കൊണ്ടേയിരിക്കും. അവർ വിഡ്രോ ചെയ്യുന്ന സമയത്തൊക്കെ 10% നമുക്ക് കയറും. പിന്നെ ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് മിനിമം വിഡ്രോവൽ വരുന്നത് $3 ആണ്. $3 ആകുമ്പോൾ തന്നെ നമുക്ക് വിഡ്രോവൽ ചെയ്യാം. പിന്നെ അതിന് പുറമെ നമുക്കിതിലേക്ക് സ്ക്രില്ലിലേക്കും പേപ്പാലിലേക്കുമാണ് കേട്ടോ വിഡ്രോവൽ കൊടുക്കേണ്ടത്. വിഡ്രോവൽ കിട്ടുന്നത് അതിൽ രണ്ടിലുമാണ്. പിന്നെ ഇതിൽ നമുക്ക് പെയ്ഡ് സർവേ വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ പെയ്ഡ് സർവേ ചെയ്യാം. പെയ്ഡ് സർവേ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് അതിലേക്ക് $5, $2, $3 ഒക്കെ കൊടുത്തിട്ട് നമുക്ക് സർവീസ് എക്സ്ട്രാ എണ്ണം കൂട്ടാം, സർവീസിൻ്റെ എണ്ണം കൂട്ടാൻ കഴിയും. അത് ഇതിന് മുന്നേ ഞാനൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തപ്പോൾ അതിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെയ്ഡ് ചെയ്യാനൊന്നും പറയുന്നില്ല. നമ്മളിപ്പോൾ ഫ്രീ ആയിട്ട് നമുക്കിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒന്നും കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ കഴിയുകയാണെങ്കിൽ അത് അങ്ങനെ ചെയ്യുക. പക്ഷേ സർവീസ് ഇതിൽ കുറവാണ്. നമ്മളെപ്പോഴും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സർവീസ് കിട്ടണം എന്നില്ല. പക്ഷേ ചിലപ്പോൾ സർവീസ് ഉള്ള സമയത്ത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സമയം ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ രജിസ്റ്റർ ചെയ്ത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരിക. ഇവിടെയാണ് നമുക്ക് സർവേ അവൈലബിൾ ആയിട്ട് കാണാം. പിന്നെ കണ്ടില്ലേ, ഇതിൽ $2.41 വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് $3 ആയാൽ അപ്പം വിഡ്രോ ചെയ്യാം. പിന്നെ നമുക്ക് പറയാനുള്ളത്, ഇതിൽ വിഡ്രോവൽ വരുന്നത് പേപ്പാലിലേക്കും സ്ക്രില്ലിലേക്കുമാണ്, അത് അതിൽ കാണുന്നുണ്ട്. പിന്നെ നമുക്ക് റെഫർ ചെയ്താൽ 10% കിട്ടും. ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഇതിൽ സർവേ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കയറി ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് സർവേ ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്.